ഏറ്റവും ഫ്രഷ് മൈൻഡ്സ് ആണ് നിങ്ങളുടെ. നിങ്ങളൊരു പ്രത്യേക ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. You have reached across the road. A very important point in your career, in your educational career. അവിടെ നിങ്ങൾക്ക് നല്ലൊരു ദിശാബോധം നൽകുക എന്നതാണ് മൈ മാത്യൂസ് M2E കരിയർ കണക്ട് അല്ലെ, ആ ഒരു ഫെസ്റ്റിന്റെ ഉദ്ദേശം. കരിയർ എന്ന് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. എല്ലാം ജോലിയാണ്, ഉണ്ടായിരിക്കാൻ വ്യത്യാസം. There is a difference. ഇവിടെ ആരും ജോലിയല്ല പറയുന്നത്, കരിയറാണ് പറയുന്നത്. ഊഹിക്കാമോ? Anyone think? Can anyone think? I'll give you the mic. Can anyone think? ആലോചിച്ചിട്ടില്ലേ? തുണി അലക്കുന്നത് ഒരു ജോലിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത ഒരു ജോലിയാണ്. നിങ്ങളുടെ തുണി നിങ്ങൾ തന്നെ നനച്ച് വിരിച്ചിടുക. ഓ, നാളെ ഇനി എൻ്റെ പാവടയും ബ്ലൗസും പിന്നെ ചുരിദാറും ഒക്കെ നനച്ചിടണമല്ലോ. പണിയായി അല്ലേ? ഓ, കഞ്ഞിയും കറിയും വെക്കണമല്ലോ. ജോലിയാണ്. സംതിങ് യു ആർ ഫോഴ്സ്ഡ് ടു ഡു ഇസ് എ ജോബ്, റൈറ്റ്? നിങ്ങൾ മുടിഞ്ഞു പോട്ടെന്ന് പറഞ്ഞ് പിരാഗി ചെയ്യുന്ന വേണ്ടാത്ത പണിയുടെ പേരാണ് ജോലി. ഇനി ജോലിക്ക് പോകണം, ജോലിക്ക് പോകണം. അതിനെക്കുറിച്ചല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. We are talking about careers, something which we want to do, we are yearning to do, enjoying every bit of it. അല്ല, 2 ലക്ഷം പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ വീടിനടുത്ത് സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടും. രാവിലെ പോകാം, സ്കൂളിൽ പോകാം, വൈകിട്ട് വരാം, റിസ്ക് ഒന്നുമില്ല, ആരും പിരിച്ചുവിടുമെന്ന് പേടിക്കേണ്ട. ഓക്കെ, ഫൈൻ. ഇത് സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒന്ന്. 2, ഞാൻ എയർ ഹോസ്റ്റലിൽ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു ജോലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? അതാണ് പ്രധാനം. നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. 4 തരത്തിലുള്ള ആനിമൽസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. I can tell you about 4 different animals. The job or career that you're ultimately going to land belong to one of the 4 animal categories. 1, a majestic animal called elephant. ആനയുടെ പ്രത്യേകത എന്താണ്? ആന എന്ന മൃഗത്തിന്റെ പ്രത്യേകത എന്താണ്? വലുതാണ്, കാണാൻ അഴകുണ്ട്, ആഢ്യത്വമുണ്ട്. ആരും ഒന്ന് നോക്കും, ആരും ഒന്ന് ബഹുമാനിക്കും. ആനയാണ്. ജോലിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ആനയാണ്. മാത്രമല്ല, ആന വളരെ പതിയെ പോകും. ആനയെ കൊണ്ട് കുതിച്ചു പായാനൊന്നും പറ്റില്ല. കുറച്ചു നേരത്തേക്ക് കുതിച്ചു പായാൻ, പക്ഷേ ആന അങ്ങനെ പോകില്ല. പക്ഷെ റെസിലിയൻസ് വളരെ കൂടുതലാണ്. മറ്റാരും ആനയെ ആക്രമിക്കാൻ സിംഹം പോലും മുതിരില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാർ ജോലികളെ കുറിച്ചാണ്. ഗവൺമെന്റ് ജോബ്സ്. I would put it in the category of elephant. Very elegant, very majestic, very safe, very secure. You command respect from the surroundings, and that is elephantine jobs. എത്ര ആന കാണും കാട്ടിൽ? മാനിന്റെ എണ്ണത്തിന്റെ 1000-1 ആന കാണില്ല. Look at the number of deer, look at the number of rabbits, and look at the number of elephants. Very, very few in number. പക്ഷേ ആനയാകണമെങ്കിൽ you want to become elephant, you want to get into government job, what you need is to face the competitive examination. മത്സര പരീക്ഷ എഴുതാനാവണം. ഈ ക്ലാസ് റൂമിൽ പഠിച്ചതൊന്നും മാത്രമല്ല, ഈ ലോകത്ത് സൂര്യന് താഴെ ഭൂമിക്ക് മുകളിലുള്ള സകല കാര്യങ്ങളും സൂര്യനും
ബിയോണ്ടായ കാര്യങ്ങളും പ്രപഞ്ചത്തെക്കുറിച്ച് ഉൾപ്പെടെ സകലമാന അറിവുകൾ അടങ്ങുന്നതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. കളക്ടറൊക്കെ ആകാനായി സിവിൽ സർവീസ് ടെസ്റ്റിൽ വരുന്നത് നമ്മൾ എടുക്കുന്ന ഐച്ഛിക വിഷയവും അതോടൊപ്പം തന്നെ ജനറൽ കാര്യങ്ങളുമാണ്. കിട്ടിയ ഒരു ആനയാട്ടോ 1%. 1% of the entire jobs in India, entire career, entire job holders are complete government employees. 1%. Only 1%. That is a minuscule percent. But it's a huge number because India is a country with a massive population. ഉണ്ടാവും നിങ്ങളുടെ അറിവ് ടെസ്റ്റ്, ഞാൻ ടീച്ചറിന്റെ കുട്ടികളുടെ അറിവ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇന്ത്യയുടെ ജനസംഖ്യ എത്ര ഉണ്ടാവും? ഇന്ത്യയുടെ ജനസംഖ്യ ഈ ലേറ്റസ്റ്റ് സെൻസസ് 2011 കഴിഞ്ഞത്. അതനുസരിച്ച് ഉള്ള നമ്പറിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഇപ്പോഴുള്ള റഫ് എസ്റ്റിമേറ്റ് എത്ര പേര് കാണും? നമ്മൾ അത്രയും ആ ഒരു ചോദ്യം ചോദിച്ചിട്ട്, നമ്മളൊരു ഇന്റർവ്യൂവിന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് യു ആർ അൺഎബിൾ ടു ആൻസർ, ദാറ്റ് മേ നോട്ട് get you the career that you want. എത്ര കാണും ഉദ്ദേശം? ഒരു 20,000, 3 million. 3 million എന്ന് പറഞ്ഞാൽ 30 ലക്ഷമാണ്. കൂടട്ടെ 30 ലക്ഷം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പോപ്പുലേഷനാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അത് 2 മണ്ഡലങ്ങളുണ്ട്. 15 ലക്ഷമാണ് പോപ്പുലേഷൻ. ആറ്റിങ്ങൽ മണ്ഡലമാണ് അടുത്ത മണ്ഡലം, അവിടെയും 15 ലക്ഷത്തോളമാണ് പോപ്പുലേഷൻ. അപ്പൊ ഒരു ജില്ലയുടെ, കേരളത്തിലെ ഒരു ജില്ലയുടെ മാത്രം പോപ്പുലേഷനാണ് 30 ലക്ഷം. കേറട്ടെ മുകളിലോട്ട് എല്ലാവരും കുട്ടി വിളിച്ചോളൂ, പറഞ്ഞോളൂ. ദിസ് ഇസ് വേർ, ഞാനത് നിങ്ങൾക്ക് അറിയില്ലെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയല്ല, ബട്ട് ദാറ്റ് ഇസ് വേർ എവറിഥിങ് മാറ്റേഴ്സ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, കോമൺ സെൻസ്, that's common sense factor is there. India's population is 1.42 billion. 142 കോടി ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ഈ ഭൂമുഖത്തുള്ള മനുഷ്യരുടെ 1/6 വസിക്കുന്നത് ഇന്ത്യയിലാണ്, മറ്റൊരു 1/6 ചൈനയിലാണ്. ഇന്ത്യ and China together constitute 1/3 of the world population. World population is roughly around 7 billion. So that is the numbers. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്പർ എല്ലാം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. അങ്ങനെയാകണമെങ്കിൽ നമ്പർ അത്യാവശ്യമാണ്. ഓൾ സ്റ്റാറ്റിസ്റ്റിക്, ഓൾ ദ സ്പിയർ. ചിലർ നിങ്ങളോട് ചോദ്യം ചോദിച്ചേക്കാം, നമ്മുടെ ഈ ഭൂമിക്ക് എത്രയും പ്രായം കാണും? ഊഹിക്കാമോ? നിങ്ങൾ ചവിട്ടി നടക്കുന്ന മണ്ണാണ്, ഭൂമിയാണ്. എത്ര പ്രായം കാണും എന്ന് പറയാമോ? ഈ ഭൂമിക്ക് എത്രയും പ്രായം കാണും? 1 കോടി, 5 കോടി, 10 കോടി, 100 കോടി? Simple things, right? But simple things sometimes never come to your mind. This world is, this sun, earth, moon, Jupiter, Mars, all the solar system is roughly 4.7 billion, 470 കോടി വർഷം പഴക്കം. ബട്ട് അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എത്ര വർഷം പഴക്കമുണ്ട്? അതൊക്കെ ഒത്തിരി പഴയതല്ലേ? അല്ല, ഒത്തിരി പഴയൊന്നുമല്ല. 13.7 ബില്യൺ, 1376 കോടി വർഷമാണ് ഈ കാണപ്പെടുന്ന മാറ്റർ, നമ്മളെല്ലാം കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പ്രായം. അതിപ്പോൾ 92 ബില്യൺ ലൈറ്റ് ഇയേഴ്സിൽ സ്പ്രെഡ് നിൽക്കുന്ന ഒരു ഒബ്സർവബിൾ യൂണിവേഴ്സ് ആണ് നമ്മുടേത്. ദിസ് ഇസ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഗവൺമെന്റ് ജോലിയിൽ പോകണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സയൻസോ കണക്കോ പോരാ, ഒരു ജനറൽ അവയർനെസ് ഉണ്ടാകണം, ജനറൽ നോളജ് ഉണ്ടാകണം, റിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം, മത്സര പരീക്ഷ എഴുതാനുള്ള കഴിവുണ്ടാകണം. ക്ലാസ് റൂമിന് പുറത്തൊരു ലോകമുണ്ട്, അതേക്കുറിച്ചുള്ളൊരു അറിവുണ്ടാകണം. അല്ലെങ്കിൽ പറയും, എനിക്ക് BSc ഫസ്റ്റ് റാങ്ക് ഉണ്ട്, എനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MSc റാങ്ക് ഉണ്ട്, എനിക്ക് ജോലി തന്നില്ല കർഷകന്മാർ. തരാത്ത എന്തുകൊണ്ടാണ്? ആ പഠിച്ച വിഷയത്തെക്കുറിച്ച് മാത്രമുള്ള അറിവാണ്. അതെല്ലാം പഠിച്ചു, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചു, പരീക്ഷ കഴിഞ്ഞ് അതുപോലെ മറന്നു. അതുകൊണ്ട് that will not cut eyes, may not cut eyes. So I would urge you, if you want to be in government service, how to write a test, what are the careers available with the government, how to approach. This consultancy firm will be able to give you an idea.
അതിനുള്ള കോച്ചിങ്ങിന് ഇവിടെ പോകും. ഒരു ടെസ്റ്റിന് പോകണമെങ്കിൽ നമുക്ക് കോച്ചിങ് നടത്തണം. ഒന്നുകിൽ സെൽഫ് സ്റ്റഡി. ആ സെൽഫ് സ്റ്റഡി ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് പഠിക്കണം, ഈ ലോകത്ത് എല്ലാം കൂടെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ സെലക്ടിവിറ്റി പറ്റും. ഒരു മോഡൽ ടെസ്റ്റ് നടത്തണം. ഇതൊക്കെ ചെയ്യാനായി ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. അപ്പൊ ഗവൺമെന്റ് ജോലികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആനയുടെ കാര്യം ഞാനിവിടെ മാറ്റിവെച്ചു. 1% ജോലികളെ ഉള്ളൂ. The next animal that I share with you is yet another majestic, beautiful, fast, galloping animal. എന്താണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്? എനിക്ക് ഊഹമില്ലേ? ഹോഴ്സ്, കുതിര. കേൾക്കുന്നില്ലേ ആ കുളമ്പടികൾ? ഇങ്ങനെ വരികയാണ്. കുതിര 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 കുതിര. കൊള്ളാം അല്ലേ? ആനയേക്കാൾ സ്പീഡുണ്ട്, ആനയേക്കാൾ വർക്കത്തുണ്ട്, ആനയേക്കാൾ കുറച്ച് അഗ്രസീവാണ്. എത്ര ദൂരവും പോകും, ഭൂഖണ്ഡങ്ങൾ കീഴടക്കും. അലക്സാണ്ടർ ചക്രവർത്തി അന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ കീഴടക്കിയത് തന്റെ വിഖ്യാതമായ കുതിരപ്പുറത്തേറിയാണ്. എന്തായിരുന്നു കുതിരയുടെ പേര്? എന്നായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചിരുന്നത്? വളരെ പണ്ടല്ലേ, BC 4-ാം നൂറ്റാണ്ട്. BC 333 അദ്ദേഹം മരിക്കുന്നത്. BC 4-ാം നൂറ്റാണ്ടിലാണ്. Bucephalus is the name of the horse. Alexander the Great conquered the world on horsetop. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു ഈ കുതിര അദ്ദേഹത്തിന്റെ കരിയറായിരുന്നു. ലോകം വെട്ടിപ്പിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ അല്ലെ. അറിയപ്പെടുന്ന ലോകം മുഴുവൻ, യൂറോപ്പും വടക്കൻ ആഫ്രിക്കയും ഏഷ്യയുടെ ഇന്ത്യ വരെയുള്ള ഭാഗവും യൂറോപ്പിന്റെ ഭാഗങ്ങളും വെട്ടിപ്പിടിക്കുന്നതായിരുന്നു അലക്സാണ്ടറുടെ കരിയർ. അതിനായി ഹോഴ്സാണ് ഉപയോഗിച്ചത്. വാൾമുനയാൽ കെട്ടിപ്പടുത്ത പവർ സ്ട്രക്ചർ അലക്സാണ്ടർ. ഒരു ചെറിയ കാര്യം മാത്രമേ അലക്സാണ്ടർ ചെയ്തുള്ളൂ ലോകം വെട്ടിപ്പിടിക്കാൻ. നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് ആ ചെറിയ കാര്യമാണ്. Very small thing that Alexander has done as a catalyst which enabled him to conquer the world. ഒരു കാടൻ കുതിര, അൺട്രെയിൻഡ്, അഴകുള്ള ഒരു ചെറിയ കുതിരയെ, ഒരു കുതിര കച്ചവടക്കാരൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഫാദർ രാജാവായിരുന്നു ഫിലിപ്പ് രാജാവ്. ഫിലിപ്പ് രാജാവിന്റെ കൊട്ടാരമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇത് പറഞ്ഞു, this is for you, a gift for you. It's very difficult to tame. It's very difficult to tame that horse. This is a very wild horse. But once tamed, that horse will take you to places. സേനാനായകൻ വന്നു, കുതിര തൊഴിച്ച് കാട്ടിക്കളഞ്ഞു. ഫിലിപ്പ് രാജാവ് തന്നെ ശ്രമിച്ചു. കുതിരയ്ക്ക് എന്തോന്ന് ഫിലിപ്പ് രാജാവ്, പോത്തിന് എന്തോന്ന് തേങ്ങ എന്ന് പറഞ്ഞ പോലെ ഫിലിപ്പ് രാജാവ് ആരാ? കുതിരയ്ക്ക് ഇതുപോലെ വിഷയമാണ്. തട്ടി ദൂരെ കളഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പ്രിൻസ് അലക്സാണ്ടർ, 12 വയസ്സുള്ള രാജകുമാരനായ അലക്സാണ്ടർ പറഞ്ഞു, അപ്പേ ഞാനൊന്ന് നോക്കട്ടെ. മൈ ഡിയർ ഫാദർ, മേ ഐ ട്രൈ. നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ടോ നിങ്ങളുടെ പിതാവിനോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ അധ്യാപകരോട്? സാർ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഷാൽ ഐ ട്രൈ? അതോ എനിക്ക് വേണ്ട, ആം ഐ ഇൻ മൈ കംഫർട്ട് സോൺ? എനിക്കൊരു ജോലിയും വേണ്ട, എന്റെ അപ്പനും അമ്മയും എനിക്ക് എല്ലാ കാലത്തും പ്രൊവൈഡ് ചെയ്യും. മൈ ഫാദർ ആൻഡ് മദർ വിൽ പ്രൊവൈഡ് മീ ടു ഇറ്റേണിറ്റി. ഐ ആം റിഫ്യൂസിംഗ് ടു കം ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. അങ്ങനെയാണോ നിങ്ങളുടെ ചിന്ത? അങ്ങനെയല്ല എങ്കിൽ ലെറ്റ് മീ ട്രൈ. ദിസ് ഇസ് വാട്ട് അലക്സാണ്ടർ, യങ് അലക്സാണ്ടർ said. പറഞ്ഞു. കുതിരയുടെ ചുറ്റും ഒന്ന് പോയി. കുതിരയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ല. കുതിരയുടെ വാലയിലൊന്ന് തൊട്ടു. കുതിര ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു. പിന്നെയും വാലയിലൊന്ന് പിടിച്ചു വലിച്ചു. The horse took a whole turn. Then the horse started looking straight. What was frightening the horse was its own image, its own shadow. When the horse was turning against the sun, turned back at the sun in the morning, the horse could see its own reflection, its own shadow in front of him. Therefore, the horse got frightened. Are you afraid? My question, are you afraid of your shadow? നിങ്ങളുടെ നിഴൽ
നിങ്ങളുടെ ബലഹീനതകളുടെ നിഴൽ, നിങ്ങളെ കൊണ്ട് കൊള്ളില്ല എന്ന നിഴൽ, ഒരുപക്ഷെ പലരുടെ അപകർഷതാബോധത്തിന്റെ നിഴൽ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് നിഴൽ, ചുറ്റുപാടുകൾ നിഴൽ, സമ്മർദ്ദങ്ങളായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വിരല് പിടിപ്പിക്കുന്നുണ്ടോ? ഓർക്കൂ, തിങ്ക് അലക്സാണ്ടർ, തിങ്ക് ദ ഹോഴ്സ് Bucephalus, which was put straight by Alexander. He turned the horse towards the sun. കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. എന്തുകൊണ്ടാണ്? Why does the sun rise in the east? സിവിൽ സർവീസിനുള്ള ചോദ്യമാണ്. കിഴക്കെന്താ സൂര്യൻ ഉദിക്കുന്നത്? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, സമ്മതിച്ചു. ചിലർ പറയും സൂര്യൻ ഉദിക്കുന്നതേ ഇല്ല, പക്ഷെ നമ്മൾ കാണുന്നത് കിഴക്ക് ഉദിക്കുന്നതായിട്ടാണ്. എന്താ? Earth revolves on its axis in an anti-clockwise manner. Therefore, all celestial objects, whether it be sun or moon, appear to rise in the east. അതുകൊണ്ടാണ് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും 12 വയസ്സിൽ കാണിച്ച അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കി. Do you want to conquer the world? If you want to conquer the world, think different. Put your thought system straight against the sun. Let the ideas come to your brain. അതിന് നിങ്ങളെ സഹായിക്കാൻ അലക്സാണ്ടർ സ്വയം കണ്ടുപിടിച്ചതാണ്. പക്ഷേ സ്വയം കണ്ടുപിടിക്കാൻ ഏതെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ അതിന് സഹായിക്കാനാണ് കൺസൾട്ടൻസി. കരിയർ കൺസൾട്ടൻസി ഈസ് ടു ഹെൽപ്പ് യു ടൈം ദ ഹോഴ്സ്. ടൈം ചെയ്തൊന്നുമല്ല, തിരിച്ചു നിർത്തിയേ ഉള്ളൂ. ആ കുതിരപ്പുറത്ത് കയറിയിരുന്നു. പിന്നീട് നടന്നത് പടയോട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. 33 വയസ്സിൽ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുൻപ് അന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ കീഴടക്കി, കാൽക്കീഴിലാക്കി. പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് കോർപ്പറേറ്റ് എംപ്ലോയ്മെന്റ്. ഹോഴ്സ് സിഗ്നിഫൈസ് ദ കോർപ്പറേറ്റ് ജോബ്സ്. വെരി ഗ്ലിറ്ററിംഗ്, വെരി ഗ്ലാമറസ്, വെരി അഡ്വഞ്ചറസ്, വെരി ഫാർ റീച്ചിങ്. ലോകത്തിന്റെ എവിടെയും കോർപ്പറേറ്റ്സ് ഉണ്ട്. Now it's an era of global capital, global industry, global production, global consumption, ഗ്ലോബലൈസേഷന്റെ കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഒരു ഇടത്ത് മാത്രം ജോലി ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ, ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കുതിരയെ ചിന്തിക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ തരം ജോലികളാകാം? MBA ആകാം, MSW ആകാം, അല്ലേ, എഞ്ചിനീയറിംഗ് ആകാം, മെഡിസിൻ ആകാം, കോർപ്പറേറ്റ് ആൻഡ് പ്രൊഫഷണൽ. ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷണൽ ജോബ്സ്. ഇതെല്ലാം തന്നെ എന്താണ്? കുതിര 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 കുതിര. പടയോട്ടങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്കൈ ഇസ് ദ ലിമിറ്റ്, നെവർ സ്ലോ. ഹോഴ്സ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഗാലപ്പിംഗ് സ്പീഡ്. ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ആ കുതിരപ്പുറത്തൊന്ന് കയറി പറ്റണമെങ്കിൽ, ദീർഘകാലം ഇരിക്കണമെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടും. കാരണം കോൺസ്റ്റന്റ് ഷിഫ്റ്റിംഗ് ഓഫ് ജോബ്സ്, കോൺസ്റ്റന്റ് ഷിഫ്റ്റിംഗ് കരിയർ ഈസ് വൺ ഡേഞ്ചർ. അതിനുള്ള മനോഭാവമുണ്ടോ? നിരന്തരം പരിഷ്കരിക്കുക. സർക്കാർ ജോലി കയറിയാൽ, ഒരിക്കൽ കയറിയാൽ അവിടെ ഇരിക്കാം. റിട്ടയർമെന്റ് വരെ. ഞാൻ സർക്കാർ ജോലി ചെയ്ത ആളാണ്. കോളേജിൽ ലെക്ചറായിട്ട് കയറി, അസിസ്റ്റന്റ് പ്രൊഫസറായി, അസോസിയേറ്റ് പ്രൊഫസറായി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റായി, പ്രൊഫസറായി, അങ്ങനെ അത്യാവശ്യം പടികളെല്ലാം ചവിട്ടി കയറി. എന്നെ കൊണ്ട് കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായി പ്രൊമോഷൻ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം ഇനി ഉണ്ടാകണമെന്നില്ല. അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് if you want lots of jobs, 20% of jobs are on the corporate sector. Near about 20% of the jobs. So you choose a career, you choose a course that would give you an exposure to careers related to horse. And horse എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ. ആലോചിക്കൂ. മൂന്നാമത്തെ ഒരു ആനിമലിനെ പരിചയപ്പെടുത്തുന്നു. ജക്കാൾ, കുറുക്കൻ. എന്താണ് കുറുക്കന്റെ പ്രത്യേകത? കുറുനരിയുടെ പ്രത്യേകത എന്താ? ഒലിയിടും, സൂത്രശാലിയാണ്, കണ്ണിങ് ആണ്, നല്ല കള്ളം പറയാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, ഒന്നാം തരമായി കഥ പറയാൻ കഴിവുണ്ടെങ്കിൽ, if you have the talent, gift of the gab to tell a story, if you have the talent to cook up a story, നല്ല ചില ജോലികളുണ്ട്. ആ ജോലികൾ മോശമല്ല, സത്യവിരുദ്ധമായത് ചിലത് പറയേണ്ടി വരും, ചെയ്യേണ്ടി വരും, ജീവിക്കേണ്ടി വരും. പക്ഷെ ജോലി ശ്രേഷ്ഠമാണ്. സത്യസന്ധമായി വ്യക്തി ജീവിതത്തിൽ പോകാം, പക്ഷേ കരിയറിൽ എല്ലാം നേരെ പോവില്ല.
പക്ഷെ അത് കരിയറിന്റെ സ്വഭാവമാണ്. ഉള്ളതായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞോട്ടെ, ജോലികളുടെ പേരുകൾ: ലോ, LLB. കുഴപ്പമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞാൽ അവിടെ വക്കീലിനെ ആർക്കും വേണ്ട. കള്ളം പറയുന്ന വക്കീലിനാണ്, വളച്ചൊടിക്കാൻ അറിയാവുന്ന വക്കീലിനാണ് മാർക്കറ്റ് ഡിമാൻഡ്, അല്ലെ? നല്ലപോലെ കള്ളം പറയാൻ മാത്രം പോരാ, പഠിക്കാനും കഴിയണം, നിയമം മനസ്സിലാക്കാനും അത് തന്റെ കക്ഷിക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചെടുക്കാനും അത് പ്രസന്റ് ചെയ്യാനും ഒരു ടീമിനെ റൺ ചെയ്യാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ യു കൻ ബി എ വെരി ഗുഡ് ലോയർ. തിങ്ക് വെദർ യു കൻ ബി എ ലോയർ ഓർ എ ജേർണലിസ്റ്റ്. ഈവൻ ഉള്ളതായിട്ടൊക്കെ പറയാന്നുള്ളതല്ല, അങ്ങനെ പറയുന്നവരുമുണ്ട്. ജേർണലിസ്റ്റ് ക്യാൻ ക്രിയേറ്റ് സ്റ്റോറീസ്, മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾഹിൽ. ആൻഡ് ഒരുപാട് ലോകം എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു, പഠിപ്പിക്കുന്നു. അത് ജേർണലിസ്റ്റുകളാണ്. നമ്മുടെ അജണ്ട പോലും സെറ്റ് ചെയ്യുന്നത് ജേർണലിസ്റ്റുകൾ. ഈ കരിയർ കൊള്ളാവുന്ന പോലും ആളോട് പറയുന്ന ആരാണ്? ജേർണലിസ്റ്റുകളാണ്, അല്ലെ? ഈ കരിയർ കൊള്ളാമോ ഇല്ലയോ എന്ന് പോലും പറയുന്നത് ടെലിവിഷനും ന്യൂസ് പേപ്പറും എല്ലാം അടങ്ങുന്ന ജേർണലിസ്റ്റാണ്. ഒരുപാട് ജോലികൾ ആ രംഗത്തുണ്ട്. അവിടെ വ്യക്തിപരമായ സത്യസന്ധത ഉണ്ടായിരിക്കുകയും കരിയറിൽ സ്വല്പം ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ അതിനെ ഫോക്സ് ബേസ്ഡ് ജോബ്സ് എന്ന് പറയുന്നു. ഏത് തരം, എന്താ പറയുക, സംസാരിച്ചു വീഴ്ത്തുന്ന ജോലികളെല്ലാം ഫോക്സിന്റെയാണ്, അല്ലെ? എന്താ സംസാരിച്ചു വീഴ്ത്തുന്ന? പബ്ലിക് റിലേഷൻസ് ഓഫീസർ. പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ പ്രത്യേകത എന്താ? പൊതുജനങ്ങളോട് സംസാരിക്കുക. എന്ത് സംസാരിക്കും? കൊള്ളാവുന്ന മാത്രം സംസാരിക്കുക. ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ ആ സ്ഥാപനത്തെ കുറിച്ച് കൊള്ളാവുന്ന കാര്യങ്ങളുണ്ട്, കൊള്ളാത്ത കാര്യങ്ങളുണ്ട്. കൊള്ളാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ സംസാരിക്കുന്നത്. അത് ഫോക്സ് ആണ്. അദ്ദേഹം വ്യക്തിപരമായി വളരെ പിശുക്കനായിരിക്കും, അരക്കീസായിരിക്കും, മന്നനായിരിക്കും, പക്ഷേ എല്ലാവരും കാണുമ്പോൾ ചിരിച്ച് കളിച്ച് നിൽക്കും. അതാണ് പബ്ലിക് റിലേഷൻ സ്കിൽ. ദാറ്റ് ഇസ് ഫോക്സ്. ദാറ്റ് ഇസ് എ ഫോക്സ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് അതുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സെലക്ട് കരിയർ അക്കോർഡിംഗ്ലി. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളിൽ കൂടുതൽ പേരും അങ്ങനെയുള്ള ജോലികളാണ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. പെൺകുട്ടികൾക്ക് കൂടെ പറ്റുന്ന ജോലിയാണ്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ മലയാളി പെൺകുട്ടികൾക്ക് പറ്റുന്ന ജോലി. കേരളത്തെ സൃഷ്ടിച്ചെടുത്ത, ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുത്ത ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരൊക്കെ ഞാൻ പറയും. അതോടൊപ്പം ഞാൻ വീണ്ടും പറയും, തിരുവല്ലായിലും ചങ്ങനാശ്ശേരിയിലും ചെങ്ങന്നൂരും പത്തനംതിട്ടയിലും റാന്നിയിലും ആലപ്പുഴയിലും ഒക്കെയുള്ള നേഴ്സുമാരാണ് കേരളത്തെ സൃഷ്ടിച്ചത്. നേഴ്സുമാർ മാത്രമല്ല, പ്രൊഫഷണലുകൾ. ഞാൻ പത്രത്തിലെ വൈവാഹിക ബന്ധികൾ കൗതുകത്തിൽ നോക്കാറുണ്ട്. ഞാൻ വൈവാഹിക ബന്ധം നോക്കി വിവാഹം കഴിച്ചാണല്ലോ, പക്ഷെ കൗതുകത്തിൽ ചുമ്മാ ആരൊക്കെ എന്തൊക്കെയാ പറയുന്നത് അറിയാൻ വേണ്ടി നോക്കാറുണ്ട്. പറയുന്നൊരു കാര്യമുണ്ട്, പെൺകുട്ടി, സുന്ദരിയും സുശീലയുമായ പെൺകുട്ടി. ഞാൻ തമ്പുരാനെ, ഈ കേരളത്തിൽ സുന്ദരിയും സുശീലയും അല്ലാത്ത ഒരു പെൺകുട്ടി പോലും ഇന്നേ വരെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടില്ലല്ലോ തമ്പുരാനെ. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടാൽ നല്ല കാര്യങ്ങളല്ലേ കല്യാണ പങ്ക്തിയിൽ ഇടത്തുള്ളൂ. അനുയോജ്യരായ വരന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ പിതാക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം. പക്ഷേ കുട്ടി ഗൾഫിൽ നേഴ്സാണ്, ജർമ്മനിയിൽ നേഴ്സാണ്, അമേരിക്കയിൽ നേഴ്സാണ്, അല്ലെങ്കിൽ അയർലൻഡിൽ നേഴ്സാണ്. ബ്രാക്കറ്റിൽ ഒരു വരിയും കൂടെ ഉണ്ട്, കൊണ്ടുപോകും. കൊണ്ടുപോകുന്നത് ഭർത്താവ് ഉദ്യോഗത്തിന് വേണ്ടി കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇരുന്ന കുടിശേഖരം വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വെമ്പുന്ന മലയാളി മനസ്സിന്റെ സ്ഫുലിംഗങ്ങൾ കാണാം. അങ്ങനെയാണോ നിങ്ങൾ? ഞാനൊരു കാര്യം പറയാം. Having been a person who studied abroad and came back and worked here long enough, I can tell you one thing. This country can offer a lot of things. In the era of globalization, this country, our mother country, our own Bharat can offer you a lot of things, provided you are able to spot the right thing. വെളിയിൽ പോകുന്നവർക്ക് പോകാം, തീർച്ചയായിട്ടും പോകാം. പക്ഷെ നമ്മുടെ രാജ്യം ഒന്നും തരുന്നില്ല എന്ന് പരിഭവിക്കരുത്. We are the fifth largest economy. We are the largest middle class under the sun. ലോകത്ത് ഏറ്റവും വലിയ
മധ്യവർഗ വിഭാഗമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഫഷണലുകളുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാരുള്ള രാജ്യം ഇന്ത്യയാണ്. ഇവരിൽ നല്ലൊരു പങ്ക് camels ആണ്. എന്താ camel? They go places. They go places. The fourth animal that I want to befriend, I want to introduce before you is camel. Camel goes places. ഒട്ടകത്തിനൊരു കുഞ്ഞുണ്ട്. എന്താ അത്? ഒരു ഹംപ്. ആ ഹംപിനകത്ത് മുഴുവൻ കൊഴുപ്പാണ്, അല്ലെങ്കിൽ വെള്ളം നിറച്ചു വെക്കുന്ന സ്ഥലമാണ്. ഉടല് കൊഴുപ്പൊക്കെ അടിഞ്ഞിരിക്കുക. നല്ല പോലെ അധ്വാനിച്ച് പണം ബാങ്കിൽ നിക്ഷേപിച്ച് ഭാവി സുരക്ഷിതമാക്കാനുള്ള മനസ്സുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ജോബ് ഓർ കരിയർ എബ്രോഡ്. മലയാളീസ് ആർ എ ഹൈലി മൊബൈൽ പീപ്പിൾ. ചന്ദ്രൻ ചെന്നാലും ഒരു ചായക്കട മലയാളിയുടെ കാണുമെന്നാണല്ലോ ചരിത്രം. ഇങ്ങനെയാണല്ലോ അതിന്റെ അന്ത്യാന്തരാണ്. ലോകത്തെ എല്ലാ രാജ്യത്തും Indian diaspora is the largest diaspora under the sun, and Kerala diaspora is one of the very vibrant diaspora all around the world. And they are the camel type. Most people prefer to stay out, never to come back. വരുമെന്നൊക്കെ പറയും, പോയാ പോയി, പോയി മെരാ ഭാരത് മഹാൻ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അവിടെ ചെന്നാൽ പിന്നെ അമേരിക്കയായി, ജർമ്മനിയായി, ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമല്ലോ. അങ്ങനെയുള്ള ചിന്തയുള്ളവർക്കും തീർച്ചയായും we can map the future, aspirations unlocked, and tailor-made solutions, all meant for the foreign thing. Look at that board, career path planning. You can plan it accordingly. Career assessment and profiling, that's also there. You will get industry insights. ആഭ്യന്തരവും വൈദേശികവുമായ വ്യവസായങ്ങളെക്കുറിച്ചും അവിടെയുള്ള തൊഴിൽ അവസരങ്ങളെക്കുറിച്ചും ട്രെൻഡുകളെക്കുറിച്ചും. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് കൂടുതൽ കിട്ടുന്ന ജോലി? ഇതാണ് സ്റ്റഡി സ്കിൽ ഡെവലപ്മെന്റ്. അതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, സ്കിൽ. കഴിഞ്ഞ ആഴ്ച എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ റാം എന്ന് പറയുന്ന ഒരു ലക്നൗകാരൻ ജോലി ചെയ്യുന്നത് എൻ്റെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ട്. രാവിലെ ഞാൻ വെളിയിൽ പോകുന്ന സമയത്ത് അയാൾ ജോലി ചെയ്യുകയാണ്. ഉച്ചയ്ക്ക് ഞാൻ വന്നു, അന്നേരം ജോലി ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം അയാളുടെ പണിയായുധങ്ങൾ താഴെ വെക്കുന്നില്ല. അയാൾ വിറക് കീറുന്നുണ്ട്. വിറക് കീറല്ല ജോലി. പക്ഷെ ഞാൻ നോക്കിയപ്പം ഒരു ഉണക്ക കോടാലി കൊണ്ട് അയാൾ വിറക്, ഞാൻ ഒരു സൈദ്ധാന്തികമായിട്ട് മാത്രമാണ് നോക്കിക്കണം. ഞാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രൊഫസർക്ക് വിറക് കീറുന്നതിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്തറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാവും, കൊള്ളാവുന്ന കീറുകാരനെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കൊള്ളാവുന്ന ജോലിക്കാരനെ കണ്ടാൽ വിറക് കീറ് ശീലമില്ലെങ്കിൽ എനിക്ക് മനസ്സിലായാലും കൊള്ളാം. അയാൾ കറക്റ്റ് വെച്ചിട്ട് ചെറിയ ഒരു സ്ട്രൈക്കിലാണ് അയാൾ വിറക് കീറുന്നത്. ട്രക്കുന്നൊരു സൗണ്ടില് പെട്ടെന്ന് വിറക് പോവുക. നല്ല ആരോഗ്യമുള്ള ആചാരവാഹിയായ 52 ഇഞ്ചുള്ള ഒരുത്തൻ ഇത് വെട്ടി അറിഞ്ഞ് വെട്ടിയിട്ട് എന്താ കാര്യം? സ്കിൽ, ദാറ്റ് ഈസ് എ സ്കിൽ. 1000 രൂപയാണ് ശമ്പളം. എന്റെ നെയ്ബറ് 1200 രൂപയാണ്. അയാൾ 1000 വാങ്ങിക്കത്തുള്ളൂ, എന്നാലും നിർബന്ധിച്ച് 1200 രൂപ കൊടുക്കും. എന്താണ്? ദിസ് പേഴ്സൺ ഹാസ് എ സ്കിൽ. ഒന്നും പറയണ്ട, കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. വീട് തൂത്ത് തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം എന്നിട്ട് എന്റെ വീട് തൂത്ത് തുടയ്ക്കാനായി അയാളെ വിളിച്ചു. ഫ്ലാറ്റ് അല്ല, വേറെ വീടുണ്ട്. അത് തൂത്ത് തുടയ്ക്കാൻ അയാളെ വിളിച്ചു. ഞാൻ 1200 രൂപ കൊടുത്ത് സന്തോഷമായിട്ട് ആഹാരം കൊടുത്ത് വിട്ടു. 5000 രൂപയുടെ പണി അയാൾ ചെയ്തിട്ടുണ്ട്. 1200 രൂപ ഞാൻ കൊടുത്തുള്ളൂ. 5000 രൂപയുടെ പണി അയാളെ ചെയ്യിപ്പിച്ചു എന്നല്ല, അയാൾ സന്തോഷമായിട്ട് ചെയ്തു. ഹി ഈസ് എ സ്കിൽഡ് വർക്കർ. മാനുവൽ ലേബറാണ്, ബട്ട് ഹി ഹാസ് എ സ്കിൽ. എവറി മൂവ്, no excess move, no excess talk. Every move is measured move. Ram പറഞ്ഞു, ഹേ റാം ചുമ്മാ പറയുന്നതല്ല ഇത്. ഈ രാമൻ കേരളത്തിൽ ഒരു മലയാളി ഹാർഡ് വർക്ക് അല്ല. ദിസ് ഇസ് നോട്ട് ദ ഹാർഡ് വർക്ക്. ഐ എം ടോക്കിംഗ് അബൌട്ട് സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് coupled with the smart work define the skill. നിങ്ങൾ ഒരു കാര്യം, ഒന്നുകിൽ സോഫ്റ്റ് സ്കിൽ വേണം. അതെന്താ സോഫ്റ്റ് സ്കിൽ? They will train you soft skill, that study skill development, both soft skill and hard skill. The soft skill. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അയാളെ ഓർത്തിരിക്കത്തക്ക രീതിയിൽ
നിങ്ങൾക്ക് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ജോലി വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കും. എന്താ പറയുക, എന്റെ പേരാ സോഫ്റ്റ് സ്കിൽ. കണ്ണിൽ നോക്കി സംസാരിക്കുക സോഫ്റ്റ് സ്കില്ലാണ്. ലുക്ക് ഇൻ ടു ദ ഐസ് ആൻഡ് സ്പീക്ക്. When you shake hands the right way. When you walk with the person, you move gracefully, in pace with other person. ആരും പഠിപ്പിച്ചു തരില്ല, സോഫ്റ്റ് സ്കില്ലാണ്. Communication skill is soft skill. Using language, the way it has to be used, is definitely soft skill. Not hard skill, soft skill. The soft skill ഉള്ള ഒരു ഡോക്ടർ, സോഫ്റ്റ് സ്കിൽ ഇല്ലാത്ത ഒരു ഡോക്ടർ, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആരെയായിരിക്കും ഒരു ഹോസ്പിറ്റൽ എടുക്കുക? എന്തിനാണ് എടുക്കുന്നത്? ഡയഗ്നോസ് ചെയ്യാൻ സോഫ്റ്റ് സ്കിൽ ഉള്ളവനെ പറ്റൂ. ഹാർഡ് സ്കിൽ ഉള്ളവന്, a doctor having a hard skill can do the surgery meticulously, no problem. The same skill even the person having soft skill also can do. But the soft skill is to decide whether surgery is needed, the diagnosis that surgery is needed. മനുഷ്യന്മാരെ പോലെ സംസാരിച്ചാലല്ലേ രോഗിയുടെ മനസ്സിലിരിക്കുന്ന വെളിയിൽ വരത്തുള്ളൂ. ഹാർഡ് സ്കിൽ ഉണ്ട്, നല്ല സർജനാ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എനിക്കൊരു ബാങ്ക് ഉണ്ടെന്ന് വെച്ചോ, ഞാൻ ബാങ്ക് മാനേജറായിട്ടിരുന്ന ആരെയാണ്? ചില സൈക്കിളിന് ലോൺ എടുക്കാൻ വന്നവനെ കൊണ്ട് BMW കാർ വാങ്ങിപ്പിക്കാൻ സാധിക്കുന്നിടത്താണ് ബാങ്ക് മാനേജറുടെ ഇത്. ഒരു ബാങ്കിലൊരു മാനേജറായിട്ട് സാറേ ലോൺ വേണം, വീട് വെക്കാൻ പശുവേ ഉള്ളൂ, സൈക്കിള് വാങ്ങണം. സാറേ സൈക്കിളിന്റെ കാലം കഴിയും, മിനിമം സാറിന് ഒരു ബൈക്കെങ്കിലും വേണം. പക്ഷെ സാർ ആ ഒരു ബൈക്ക് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇത്രയാകും. പക്ഷെ സ്വല്പം കൂടെ സ്ട്രെച്ച് ചെയ്ത ഒരു 6-7 ലക്ഷം കൊടുത്ത ഒരു ചെറിയ കാർ കിട്ടും. അപ്പൊ സാർ അത് ഒരു കാറ് സാറിനെ പോലെ ഒരാളിന് കാറാണ് നല്ലത്. പാവം വിറ്റുപെറുക്കി ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്ത് കാറ് മേടിപ്പിക്കുന്നിടത്താണ് ബാങ്ക് മാനേജറുടെ സോഫ്റ്റ് സ്കിൽ. ദാറ്റ് ഇസ് സോഫ്റ്റ് സ്കിൽ. ഇറ്റ് നോട്ട് ദ ഹാർഡ് സ്കിൽ, ഇറ്റ് നോട്ട് ദ MBA സ്കിൽ. ഇറ്റ് ഇസ് ജസ്റ്റ് ദി കൈൻഡ് ഓഫ് പ്രസന്റേഷൻ. ദാറ്റ് ഇസ് സോഫ്റ്റ് സ്കിൽ. This is one skill that you can chisel up. അതുപോലെ ഹാർഡ് സ്കിൽ വേണം. ഹാർഡ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ കോൺക്രീറ്റ് ജോലികൾ ലഭിക്കൂ. ഒരു എഞ്ചിനീയറിനെ കൊണ്ട് കൊള്ളാം, ഞാൻ പറഞ്ഞ റാമിനെ കൊണ്ട് കൊള്ളാം, അതുകൊണ്ട് അവനെ വിളിക്കുന്നു, വീണ്ടും വീണ്ടും വിളിക്കുന്നു. അവന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല ആശാരിയെ കിട്ടാനില്ല. ആശാരിയെ കിട്ടും, നല്ല ആശാരിയെ കിട്ടാനില്ല. മേസ്ത്രിയെ കിട്ടും, നല്ല മേസ്ത്രിയെ കിട്ടാനില്ല. ഹാർഡ് സ്കിൽ. So soft skill and hard skill training is certainly needed. Orientation is needed. Career exploration, job market analysis. ചേട്ടാ ഇതൊക്കെ എവിടെ കിടക്കുക ഈ കരിയർ? You have to find where it is. Gems of careers are hidden. നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാ കരിയറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എത്ര കരിയറിനെ കുറിച്ച് അറിയാം? റോബോട്ടിക്സിലെ ലേറ്റസ്റ്റ് സാധ്യതകൾ അറിയാമോ? ക്വാണ്ടം കമ്പ്യൂട്ടറിലെ സാധ്യതകൾ അറിയാമോ? നാനോ സയൻസിന്റെ സാധ്യതകൾ അറിയാമോ? മോളിക്കുലർ ബയോളജിയുടെ സാധ്യതകൾ അറിയാമോ? സ്പേസ് സയൻസിന്റെ സാധ്യതകൾ അറിയാമോ? ലൈഫ് ബിയോണ്ട് ദ യൂണിവേഴ്സ്, അവിടെ ഉള്ള ബയോളജിക്കൽ ലൈഫ് സാധ്യതകളെ കുറിച്ചുള്ള പഠനം എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? അറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മളെല്ലാം കിട്ടത്തില്ല. പക്ഷെ അത് നമ്മൾ അറിയുമ്പോൾ അയ്യോ എൻ്റെ മനസ്സ് പടപടാന്ന് പിടയ്ക്കുന്നു. എനിക്കത് വേണം, എന്നെ കൊണ്ട് കൊള്ളാം, ഞാൻ അതാണ് എല്ലാ കാലം സ്വപ്നം കണ്ടത്, എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമെങ്കിൽ അതാണ്, അവിടെയാണ് കൺസൾട്ടൻസി. So that is why job career exploration and job market analysis. എന്താ ഈ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് മാർക്കറ്റ്? വിപണിയിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാകണമെങ്കിൽ കരിയർ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, നിങ്ങൾക്ക് മാർക്കറ്റ് അസസ് ചെയ്യണം. ഒരു 10 വർഷം മുമ്പ് നിങ്ങളുടെ പ്രായത്തിലുള്ള 10-15 വർഷം മുമ്പ് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് ആൺകുട്ടികൾ മെയിൽ നഴ്സിംഗിന് പോയി. എന്തിനാ? ഒത്തിരി സ്കോപ്പാ സാറേ, ഭയങ്കര സ്കോപ്പാ സാറേ. ഒരു 8 വർഷത്തിന് മുമ്പ് അത് അവരെല്ലാം പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ കരിയറും പോലെ കരിയറായി മാറി, പ്രത്യേകിച്ച് കൂടുതൽ സ്കോപ്പൊന്നും ഇല്ലാത്ത ഒരു കാര്യമായി മാറി. ഇവിടെയാണ് ഇന്നോവേറ്റീവ് തിങ്, എവിടെയാണ് സാധ്യതകൾ. ഹാവ് യു ഹേർഡ് ഓഫ് ബിൽ ഗേറ്റ്സ്? കേട്ടിട്ടുണ്ടോ? ബിൽ ഗേറ്റ്സ് ഇല്ലേ? ഇല്ലല്ലേ? ഷോ, nobody has heard of Bill Gates. So what are the news? You heard of Mark Zuckerberg? അത് കേട്ടിട്ടുണ്ടോ? അത് നിങ്ങളുടെ വാട്സപ്പ്. ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റ്
കമ്പനിയുടെ ഓണർ ആണ്, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനുമായിരുന്നു. അത് ഓവർടേക്ക് ചെയ്തു. ബിൽ ഗേറ്റ്സ് was a computer whiz kid. But the curriculum in the university was not very conducive. ബിൽ ഗേറ്റ്സിന്റെ ഒരു വഴി എന്ന് പറഞ്ഞത്, ബിൽ ഗേറ്റ്സ് ജനിച്ചത് എവിടാന്നറിയോ? ഗാന്ധി ജനിച്ചത് എവിടാ? നിങ്ങൾ അറിയുന്ന ഗാന്ധി ജനിച്ചത് എവിടാ? പോർബന്തറിൽ ജനിച്ചൊരു ഗാന്ധിയുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ ജനിച്ചൊരു ഗാന്ധിയുണ്ട്. രണ്ടും ഒരാളാണ്. മഹാത്മാഗാന്ധി വാസ് ബോൺ ഇൻ പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് ജനിച്ചു വീണത്. Gandhi was born on a railway platform. The Gandhi you know, the Gandhi of the freedom movement, the Mahatma Gandhi of Swadeshi, Gandhi who fought against the empire, was born in Peter Marisburg when he was very rudely, unceremoniously pushed out of a reserved railway compartment despite having a valid reservation. Gandhi stood up and walked into history. Until then, it was Mohandas Karamchand. It was no Gandhi. There was no Gandhi. So that is the transformation. Anidikadre, against exploitation, against structural violence, against marginalization, against apartheid regimen. Gandhiji responded. That's the turning point. So in everybody's life, നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കണം. അതിന്നാകാം, കുറച്ച് കാലഘട്ടത്തിലാകാം, ഈ 11-12 ക്ലാസ്സിൽ ആകാം, ഒരു പക്ഷേ ഡിഗ്രി അവസാനിക്കുന്ന സമയത്താകാം. ആ ടേണിംഗ് പോയിന്റിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരാളുണ്ടാകും എപ്പോഴും. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഒരാളാകാം. ഞാൻ ബിൽ ഗേറ്റ്സിന്റെ കഥയിലേക്ക് വരികയാണ്. ആ ടേണിംഗ് പോയിന്റ് പറയുകയാണ്. ബിൽ ഗേറ്റ്സ് യൂണിവേഴ്സിറ്റി പഠനം വളരെ ബോറായിട്ട് തോന്നി. കാരണം പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, അറിയാവുന്ന തന്നെ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. അയാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ചു കാലം ജോലി ചെയ്താലോ എന്ന് വിചാരിച്ചു. അയാൾ ജോലിക്ക് പോയി. ചെറിയ അക്കൗണ്ടിങ് ഫേമിൽ ജോലിക്ക് പോയി. കണക്കുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു ഫേമിൽ ജോലിക്ക് പോയി. അയാൾക്കൊരു ഒരു മാസത്തെ കണക്കുകൾ കൊടുത്തു. അതൊന്ന് ടാലിയാക്കി തരാൻ പറഞ്ഞു. കണക്ക് കൂട്ടി കുടിച്ച് ഹരിച്ച് സെറ്റപ്പ് ആക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് എനിക്കൊരു ദിവസം സമയം എന്താ, അയാൾ വീട്ടിൽ പോയി അയാളുടെ കമ്പ്യൂട്ടർ എടുത്ത് അയാളൊരു സോഫ്റ്റ്വെയർ സൃഷ്ടിച്ചു. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സൃഷ്ടിച്ചു. ഏതാനും മണിക്കൂറുകൾ അയാൾ തലമുഖച്ചു സോഫ്റ്റ്വെയർ സൃഷ്ടിച്ചു. പിറ്റേന്ന് വന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഈ കണക്ക് മുഴുവൻ പിറ്റേന്ന് അയാൾ വന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൊള്ളാമല്ലോ, എല്ലാം ചെയ്തു. ഒരു മാസത്തെ കണക്ക് ഞങ്ങൾ വിചാരിച്ചു 1-2 ആഴ്ച എടുത്തതല്ലേ കണക്ക് കൂട്ടി എടുക്കാൻ. ഇല്ല, ഞാനൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു, പെട്ടെന്ന് ചെയ്തു തീർത്തു. എന്നാൽ പിന്നെ കിടക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കണക്കുകൾ. അയാൾ വീണ്ടും 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് മുഴുവൻ ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റെഡിയാക്കി. 3-ാം ദിവസം വന്നു. താൻ മിടുക്കനാണല്ലോ, താൻ ഒരു വർഷത്തെ കണക്ക് മുഴുവൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തു തീർത്തല്ലോ. ലെറ്റ് മീ ഗിവ് യു the entire group companies, the entire transactions, accounts, please tally it. പിന്നെ 1 മണിക്കൂർ കൊണ്ട് അയാൾ ഇത് തന്നെ ചെയ്തു. ഒരു സോഫ്റ്റ്വെയർ അല്ലേ, അതുകൊണ്ട് ചെറിയ ജോലിയും ചെയ്യാം, വലിയ ജോലിയും ചെയ്യാം, അത്രയ്ക്കുള്ളേ ഉള്ളൂ. 4-ാം ദിവസം അയാൾ വന്ന കസേരയിൽ എഴുന്നു. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ചോദിച്ചു, ആശാൻ 1 മാസത്തെ ശമ്പളം ഞങ്ങൾ അങ്ങോട്ട് തരാം, ഈ സാധനം ഒന്ന് തരാമോ, ഈ സോഫ്റ്റ്വെയർ, നിങ്ങളുടെ യന്ത്രമല്ല, യന്ത്രത്തിനകത്തെ സോഫ്റ്റ്വെയർ തരാമോ? പിന്നെ 1 മാസം ശമ്പളം തരുമോ? അത് തരാം. 6 മണിക്കൂറത്തെ പണിയല്ലേ ഉള്ളൂ, തരാം. ഇങ്ങനെ കൊണ്ടുപോയി. അന്ന് ജോലിയൊന്നുമില്ല. 5-ാം ദിവസം ജോലിക്ക് വന്നു. കമ്പനിയുടെ മുതലാളി വന്നു, ചോദിച്ചു, ഹലോ, ആരാ? അല്ല, മനസ്സിലായില്ലല്ലോ. ഇല്ല, ഞാൻ ബിൽ ഗേറ്റ്സ്. ഇന്നലെ സാറ് വന്ന് എന്നോട് സോഫ്റ്റ്വെയർ ചോദിച്ചു, ഞാൻ തന്നു. സാർ അത് എനിക്ക് 1 മാസത്തെ ശമ്പളം തന്നു. അതുകൊണ്ടാ പറഞ്ഞത്, തന്നെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. തന്നെ സോഫ്റ്റ്വെയർ കിട്ടിയല്ലോ, ഇനി ഞങ്ങൾ ആരെ വേണേലും ഇരുത്തി ഇത് ചെയ്തോളാം. പോയേ. അന്ന് ജനിച്ചതാണ് നിങ്ങൾ അറിയുന്ന ബിൽ ഗേറ്റ്സ്. നിങ്ങൾ അറിയാത്ത ബിൽ ഗേറ്റ്സ് ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. നിങ്ങൾ അറിയുന്ന ബിൽ ഗേറ്റ്സ്, ഗാന്ധിജി പീറ്റർ മാരിറ്റ്സ്ബർഗിൽ സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചന നയം നീണ്ടുനിന്ന ആ കാലഘട്ടത്തിൽ ജനിച്ചതുപോലെ ഇന്ത്യയിലാണ് ഭൗതികമായി ജനിച്ചത്. പക്ഷേ ഗാന്ധിയുടെ അസ്തിത്വം ഉണ്ടാകുന്ന അവിടെയാണ്. നിങ്ങളുടെയും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. പലരും പറയുന്നത് കേട്ട് ആർക്കോ വേണ്ടി ഇങ്ങനെ ജീവിക്കുകയാണ്.
നിലാവത്ത് ഇറങ്ങി നടക്കുന്ന കോഴി എന്ന പ്രയോഗം നമ്മളെക്കുറിച്ച് ആരും പറയാതെ ഇരിക്കട്ടെ. കോഴി ചിലപ്പോൾ അബദ്ധത്തിൽ കോഴിക്കൂട് തുറന്നു കിടക്കുന്ന കാണുമ്പോൾ നിലാവത്തിറങ്ങും. നോക്കുമ്പോൾ എത്ര മനോഹരം, ഇങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ. പകൽ ഇതൊന്നും കാണാറില്ല കേട്ടോ. ആകാശത്ത് സൂര്യചന്ദ്രന്മാരൊന്നും പകല് കാണാറില്ല. എത്ര മനോഹരം എന്നാ നോക്കും. എണ്ണി 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 ഊപ്പാട് വരുന്നേ ഉള്ളൂ. ചന്ദ്രൻ, എത്ര നക്ഷത്രങ്ങൾ, മനോഹരം. ഇത് കണ്ടിട്ടൊക്കെ വ്യത്യാസമാണ്. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നടന്ന് കുറെ കഴിയുമ്പോൾ കോഴി ചോദിക്കും, അയ്യോ ഞാനെന്തിനാ നടന്നത്? ലക്ഷ്യബോധമില്ലാതെ നടക്കാതെ ഇരിക്കാൻ സ്റ്റേ ഫോക്കസ്ഡ്. If you want to stay focused, preserve your energies, pull up the energy and use it productively. One small help from a consultancy firm will take you places, will transform your life. ജീവിതം തകിടം മറിയുന്ന, പോസിറ്റീവായി തകിടം മറിയുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് കരിയർ എക്സ്പ്ലോറേഷൻ, ജോബ് മാർക്കറ്റിംഗ് അനാലിസിസ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് അവയർനെസ് ബിൽഡിംഗ്. വാട്ട് ഇസ് സെൽഫ് കോൺഫിഡൻസ്? ഒരു 1.5 കിലോ സെൽഫ് കോൺഫിഡൻസ് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. ഞാൻ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ബോർഡിലിരിക്കുന്ന ആളാണ്. അപ്പം ഇന്റർവ്യൂ നടത്താൻ വേണ്ടി when people come for the interview, what I do is to ask a student, ask a job seeker, sit, please sit down, take your seat. ഒരു ഇരിപ്പുണ്ട്, എങ്ങനെയാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത്. I will show you how most people sit. You are offered a full seat. I am the managing director. Imagine I offer the full seat. Most people come with a file clung to the chest. ഇതെല്ലാം അടക്കി പിടിച്ച് ഒരിരിപ്പ് അങ്ങോട്ട് ഇരിക്കും. വേറൊന്നുമല്ല ഇരിക്കുന്നത്, ഇന്റർവ്യൂവിനാണ് ഇരിക്കുന്നത്. ഞാൻ പറയുന്നില്ല ഇങ്ങനെ അങ്ങിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയാറുണ്ടപ്പോൾ, why don't you occupy your seat? No sir, I am sitting on my seat. No, occupy the full seat. എന്ന് പറഞ്ഞാൽ ചന്തി ഇവിടം വരെ വെച്ച് കംപ്ലീറ്റ് ഇത്രയും ഇരിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. 5 മിനിറ്റേ ഉള്ളൂ. ഇയാള് ജോലി തരുമെങ്കിൽ ഇല്ലേ ഞാൻ പോകുന്നത്, അത്രയല്ലേ ഉള്ളൂ, അതിൽ കൂടുതലില്ലല്ലോ. യു ആർ ഗിവൺ 5 minutes ടൈം. 5 മിനിറ്റ് നിങ്ങളാകുന്നു നിങ്ങളുടെ തമ്പുരാട്ടി, നിങ്ങൾ തന്നെയാകുന്നു. ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ഇന്റർവ്യൂ ബോർഡ് നിങ്ങളെ കടിച്ചു കയറാനാവില്ല. ചോദ്യം ചോദിക്കാൻ നിങ്ങളോ അറിയത്തില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇരിപ്പാണ്, നിങ്ങളുടെ കോൺഫിഡൻസ്. 5 പേരുണ്ട്, 5 പേരെ നോക്കി ഒരാളായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ അയാളെ നോക്കിയാൽ ഉത്തരം പറയണ്ടേ? 5 പേരും ചേർന്നാണ് മാർക്ക് ഇടുന്നത്. 5 പേരെ നോക്കി സംസാരിക്കുന്നതാണ് കോൺഫിഡൻസ്. ഞാനിപ്പോൾ ഇത്രയും പേരെ കൂടെ സംസാരിക്കുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു. ആരോടെങ്കിലും സംസാരിച്ചൊന്നും ചെയ്യില്ല, പക്ഷെ എല്ലാവരോടുമായി സംസാരിക്കുന്നു. അത് തോന്നണം, അതാണ് കോൺഫിഡൻസ്. സോ ഇറ്റ് വിൽ, ദിസ് കൈൻഡ് ഓഫ് സെഷൻസ് വിൽ ഗിവ് യു, ട്രെയിനിങ് വിൽ ഗിവ് യു കോൺഫിഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അവയർനെസ് ബിൽഡിംഗ്. ഞാൻ ആരാന്നുള്ള അവയർനെസ് എന്നെ കൊണ്ടതിലേക്ക് കൊള്ളാം. ഒരു ബയോഡേറ്റ വാക്ക് ഉപയോഗിക്കല്ലേ, എന്ന് പറയുന്ന പേരെന്താ? റെസ്യൂമേ അല്ലെങ്കിൽ CV, കരിക്കുലം വൈറ്റേ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ എഴുതാൻ അറിയാമോ? ചിട്ടയായിട്ട് എഴുതാൻ അറിയാമോ? അതിന് ഞങ്ങൾക്ക് അതിന് മാത്രം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എഴുതാൻ. പള്ളിയിലെ മുട്ടായി പറക്കൽ മത്സരത്തിൽ ജയിച്ചത് എഴുതാം നിങ്ങൾക്ക്. അത് കലാപരമായിട്ട് എഴുതാം. മുട്ടായി പറക്കൽ എന്നുള്ള വാക്ക് വേണ്ട കേട്ടോ. നിങ്ങളുടെ ഫിംഗറിന്റെ ഡെക്സ്റ്ററിറ്റി. ഒരു കോഴി എത്ര അരിമണികൾ ഒരു മിനിറ്റിനുള്ളിൽ പിറക്കുന്നു എന്നത് കോഴിയുടെ സ്കില്ലാണ്. മുട്ടായി പറക്കുന്ന സ്കില്ലാണ്. അപ്പങ്കടി മത്സരം, ഒട്ടിക്കടി മത്സരം സ്കില്ലാണ്. നിങ്ങളുടെ എബിലിറ്റി, ചെറുതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എബിലിറ്റിയെയും ആംപ്ലിഫൈ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് എഴുതാൻ കഴിയുന്നിടത്താണ് എ വണ്ടർഫുൾ CV is created. This agency will help you do the self-awareness building. You become more aware. ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ CV വലുതായി വരികയാണ്, ദൃഢമായി വരികയാണ്. അപ്പൊ പിന്നെ അവസാനം മുട്ടായി പെറുക്കൽ ഒക്കെ കളയാം. വലിയ കാര്യങ്ങൾ അടുക്കി വെക്കാം. അതാണ് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി
നോക്കുന്ന ആപ്ലിക്കേഷൻ പ്രോസസ് സപ്പോർട്ട് ഗൈഡൻസ്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ ഞാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വർത്തമാന കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്ന പെർഫോം പോലെ ഒരു പെർഫോം എല്ലാവർക്കും കൊടുത്തു. ഒരു 10-40 പേരുണ്ട് അവിടെ. അന്ന് കോമൺ ഇത് ഇല്ലാത്ത സമയമാണ്, കോമൺ ആപ്ലിക്കേഷൻ എൻട്രൻസ് ടെസ്റ്റും അങ്ങനൊന്നും ഇല്ലാത്ത സമയമാണ്. ഏകജാലക സംവിധാനം വരുന്നതിന് മുമ്പ് ഒരു ദിവസമാണ് എല്ലാവരും വരുന്നത്. ഫോം കോളേജിൽ തരാനുള്ള ഫോം ഫില്ലപ്പ് ചെയ്ത് തരേണ്ടതാണ്. അവർ അപ്ലൈ ചെയ്തു യൂണിവേഴ്സിറ്റിക്ക്, പക്ഷെ കോളേജിലെ ഫോമാണ്. ഒരാളെ ഏൽപ്പിച്ചു കേട്ടോ, എല്ലാവരും കൂടെ ചേർന്ന് എഴുതാൻ അറിയാവുന്ന പെൺകൊച്ചിനെ. അവള് കുറെ പേരുടെ എഴുതി കൊടുത്തു, അതെല്ലാം നീറ്റ്. അപ്പൊ എല്ലാവരും ചെയ്ത പണി എന്താണെന്നറിയോ, അടുത്തിരിക്കുന്നവനെ ഏൽപ്പിക്കുക എഴുതാൻ. അവനവനെ കുറിച്ച് എഴുതാൻ ഏൽപ്പിക്കുന്ന കേട്ടോ. ഒരു പെൺകൊച്ച് എഴുതി വെച്ചു, സാവിത്രി എന്നോ മറ്റോ ആണ് പേര്. അപ്പന്റെ പേര് ജോസഫ് മാത്യു. അതെങ്ങനെ അപ്പന്റെ സാവിത്രിയുടെ അപ്പൻ ജോസഫ് മാത്യു ആകാം. നോക്കിയപ്പം ജോസഫ് മാത്യു ദ ഫാദർ ഓഫ് ദി നെക്സ്റ്റ് ഗേൾ. ജോസഫ് മാത്യു പലരുടെ അപ്പനായി മാറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അന്നത്തെ ദിവസം. ഒരുപാട് പേരുടെ അപ്പനായി ഹതഭാഗ്യനായ ജോസഫ് മാത്യു മാറുന്നു. ഇത് ഹൗ ടു ഫിൽ ആൻ ആപ്ലിക്കേഷൻ ഫോം, ഇതൊരു കോൺഫിഡൻസിന്റെ വിഷയം പോലും അല്ല. നമ്മുടെ ജോലി ഫില്ലിംഗ് an application form process. There is a process by which an application moves. Somebody will give you training to do that. Support and guidance will do that. Financial aid and scholarship assistance. വിദേശത്ത് പഠിക്കണമെങ്കിൽ, നല്ല യൂണിവേഴ്സിറ്റികൾ പഠിക്കണമെങ്കിൽ യു മേ റിക്വയർ സ്കോളർഷിപ്പ്. സ്വന്തം അപ്പന്റെ കയ്യിലെ പോക്കറ്റിലെ പൈസ എടുത്ത് പഠിക്കാൻ പലർക്കും പറ്റില്ല. നിങ്ങളൊക്കെ പലരും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് പഠിക്കണമെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കണം. ഞാൻ വിദേശത്ത് പഠിച്ച ആളാണ്. ഐ വാസ് എ റെസിപ്പിയന്റ് ഓഫ് ബ്രിട്ടീഷ് കോമൺവെൽത്ത് സ്കോളർഷിപ്പ്. അത് എങ്ങനെയാണ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനുവേണ്ടി പഠിക്കേണ്ടത്, എന്താണ് അതിന്റെ പ്രക്രിയ, അതിന് ഇന്റർവ്യൂ എങ്ങനെയാണ്, സമയക്രമം എങ്ങനെയാണ്, ആണ്ടിന്റെ ഏത് സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ some assistance is certainly needed. Ultimately, the last point will come training and placement assistance. പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പഠനമെല്ലാം, ഇപ്പൊ നിങ്ങൾ ആരും പ്ലേസ് ആകാൻ പോകുന്നില്ല. പഠനമെല്ലാം കഴിയുമ്പോൾ ultimately you will be absorbed into a meaningful career. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയറാണ്. പക്ഷെ അവിടെ placement is a process whereby corporates will come to you and you will be placed before the corporates, so that you will be placed powerfully, balanced way and effectively, so that it is easier for them to take you. അവർക്ക് നിങ്ങളെ എടുക്കണമെങ്കിൽ അവരുടെ ശത്രുവാരാ? നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, പാലേറെ ഉണ്ട്, അഞ്ഞാഴി ഉണ്ട്, ചുരത്തില്ല. എന്ത് ചെയ്യും? നല്ല ടാലന്റഡ് ആണ്, പക്ഷെ ടാലന്റ് നിങ്ങൾക്കൊന്ന് പ്ലേസ് ചെയ്യാൻ, ഒരു ഇന്റർവ്യൂ സിറ്റുവേഷനിലാകട്ടെ, ടെസ്റ്റിന്റെ സിറ്റുവേഷനിലാകട്ടെ, പ്ലേസ് ചെയ്യാൻ കഴിയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആകട്ടെ, ഇന്റർവ്യൂ ആകട്ടെ, അല്ലെങ്കിൽ കരിക്കുലം വെച്ച പ്രിപ്പറേഷൻ ആകട്ടെ, അത് പ്ലേസ്മെന്റിനെ ദോഷമാക്കി മാറ്റും. Therefore, these kind of firms like My Matthews will help you, train you before you are ultimately paraded before a prospective employer. These are the things they are offering. Perhaps ഞാൻ My Matthews എന്താണ് ഓഫർ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അത് കുറച്ചുകൂടി പുഷ്കലമാക്കാൻ നിങ്ങൾക്ക് ഒരു കൈ സഹായം സ്വീകരിക്കാം. Once upon a time, a seashore, an ocean, a lot of waves, beautiful seashore, where two black stones, shall we call it Krishnashila, two beautiful, without any edge, rounded stones were lying. For millennia, these stones were lying there. Kathayane story. Lots of people used to pass by. Nothing happened. But one day, a seemingly wise man, a sage or a hermit, came around, looked around and saw these stones
Ask them. കഥയിലാകുമ്പോൾ you can talk, right? Hey stones, shall I shape you? Shall I transform you? Shall I make you better? Would you give me an opportunity to shape you? One stone said, go away, go away, go away, go away. I'm lying here for millennia. I've been lying here for millennia. Nobody asked such a stupid question to change. I'm happy. Look at the breeze. Look at the sunshine. Look at the surf. I am comfortable. I am in my comfort zone. I refuse to change. Go, 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 go. But the next stone lying beside it said, Uncle, no life here. Nothing happens. Millennia we were here. Nobody even communicated to us. You are the one person who at least showed the courtesy to see us, talk to us. Please, change me. I allow you to change me. Then the hermit said, look, change is a painful process. I may use some instruments. It may be painful. Stone said, okay, when there is a change, some pain will be there. When a surgery takes place, some pain will be there, right? But surgery will make you better, right? Ultimately, hermit did something. Next day morning, people came to the seashore as routine. They came and saw a beautiful Lord Krishna idol standing there. Wow, what a great sculptor. What a great idol. നല്ല ചൈതന്യമുള്ളൊരു രൂപം കൊള്ളാമല്ലോ. അപ്പൊ അതിൻ്റെ മുകളിൽ ഒരാൾ പോയി പാലഭിഷേകം നടത്തുന്നു, വേറൊരാൾ നെയ്യ് അഭിഷേകം നടത്തുന്നു, വേറൊരാൾ പൂക്കൾ വിതറുന്നു, ഒരുത്തൻ തേങ്ങ കൊണ്ടു. One person came with coconut as an offering. Coconut can't be given to God, just like that. Coconut needs to be broken. They were looking out for a stone. Oh, there's a stone. There's a stone. Okay, bring it, bring it, bring it. That stone is moved in front of the shaped stone. People started from that moment onwards. People started banging on the stone. The original stone said, oh, great. But this stone which refused to change said, അവന്റെ ഒരു യോഗം, എന്റെ ഒരു വിധി. Oh, what a luck for him. What a destiny for me. It's a curse to me. But who is marrying the curse? Isn't it a self-inflicted curse? By refusing to get the advice, by refusing to change, by refusing to let anybody change you, that will be your father, mother, uncle, parents, teachers, or any agency for that matter. Change is needed. My catchword here, change or perish. If you're willing to change, I quote Darwin before I end. Charles Darwin said famously, evolution theory, Charles Darwin, the species. Whichever species is able to change itself and adapt itself to the changing environment, that species will conquer all of the species. That species will move forward, and whichever species that refuse to change are liable to perish. I don't want you to perish. We wouldn't want you to perish. We want you to shine like stars. We want you to be wonderful, productive idols. നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ സിവിൽ സർവന്റ് ആകുന്ന, ബാങ്ക് മാനേജർ ആകുന്ന, കോളേജ് പ്രൊഫസർ ആകുന്ന, വലിയ വലിയ ആളുകളാകുന്ന നിങ്ങളുടെ കൂട്ടുകാരിയുടെ മുമ്പിൽ വല്ലവർക്കും തേങ്ങ ഉടയ്ക്കാനുള്ള കല്ലായി നിങ്ങൾ മാറരുത്. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി നിങ്ങൾ മാറരുത്. അതിനായി നിങ്ങളുടെ മനസ്സുകളെ, ഇന്ദ്രിയങ്ങളെ ഒരുക്കാം.